ദക്ഷിണ കൈലാസം എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? വടക്കുംനാഥ ക്ഷേത്രം. അതെവിടെയാണ്? തൃശ്ശൂരിലാണ്. വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂര്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് ഏതാണ്? ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി. അതെവിടെയാണ്? തിരുനെല്ലി എവിടെയാണ്? വയനാട്. തിരുനെല്ലി വയനാട്. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് ഏതാണ്? ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂരാണ്. അതെവിടെയാണ്? കണ്ണൂർ ജില്ല. കൊട്ടിയൂർ എവിടെയാണ്? കണ്ണൂരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം എവിടെയാണ്? കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം എവിടെയാണ്? കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുൽപ്പള്ളി. അതെവിടെയാണ്? വയനാട്. പുൽപ്പള്ളി വയനാട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം ആൻസർ പുൽപ്പള്ളി വയനാട്. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം എവിടെയാണ്? കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം എവിടെയാണ്? കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലം, തിരുവനന്തപുരം. തിരുവല്ലം അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീരാമസ്വാമി ക്ഷേത്രം എവിടെയാണ്? തൃപ്രയാർ. അതെവിടെയാണ്? തൃപ്രയാർ തൃശ്ശൂർ ജില്ലയാണ്. തൃപ്രയാർ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ ദക്ഷിണ കേരളത്തിൽ പിതൃതർപ്പണത്തിന് ഏറ്റവും പേരുകേട്ട ക്ഷേത്രം ഏതാണ്? ദക്ഷിണ കേരളത്തിൽ പിതൃതർപ്പണത്തിന് ഏറ്റവും പേരുകേട്ട ക്ഷേത്രം എവിടെയാണ്? വർക്കലയാണ്. ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. വർക്കല തിരുവനന്തപുരം ജില്ലയാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയൊക്കെ എവിടെയാണ്? വർക്കല ശിവഗിരി. ശ്രീനാരായണ ഗുരു സമാധി എവിടെയാണ്? വർക്കല ശിവഗിരി. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ്. ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? നമ്മളുടെ മനസ്സിന് ഒരു ഉണർവും ഒരു സന്തോഷമൊക്കെ ലഭിക്കാറുണ്ട്. അതിൻ്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലാണ് പോകുന്നതെങ്കിൽ, ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഒന്നുകിൽ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ ആയിരിക്കും പോകുന്നത്. ഈ പോകുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള കാഴ്ചകൾ കണ്ടാണ് പോകുന്നത്. ശരിയല്ലേ? ശരിയാണ്. ഈ പോകുന്ന സമയത്ത് തന്നെ ഈ ബസ്സിലും ട്രെയിനിലും അല്ലെങ്കിൽ കാറിലുമൊക്കെയുള്ള യാത്രാവേളയിൽ തന്നെ കുറച്ച് മനസ്സിലെ സംഘർഷങ്ങൾ നമ്മുടെ കുറയുമെന്നാണ്. പിന്നീട് നമ്മൾ ക്ഷേത്രത്തിലെത്തുന്നു. ക്ഷേത്രത്തിലെത്തി ഞാൻ നേരത്തെ ഒരുപാട് വീടുകളിൽ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളിലും എന്ത് കാണാമെന്നറിയാമോ? ഒട്ടുമിക്ക ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും ഒന്നുകിൽ ഒരു കുളമുണ്ടായിരിക്കും, അല്ലെങ്കിൽ കായലോ അല്ലെങ്കിൽ നദിയോ ഉണ്ടായിരിക്കും, അതുമല്ലെങ്കിൽ സമുദ്രമുണ്ടായിരിക്കും. ഇതൊന്നുമില്ലെങ്കിൽ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും എന്തുണ്ടായിരിക്കും? ഒരു ക്ഷേത്രങ്ങളിലോട്ട് കയറുന്നതിന് സമീപത്തായിട്ട് ഒരു പൈപ്പെങ്കിലും ഉണ്ടായിരിക്കും. ഇതെന്തിനാണെന്നറിയാമോ? നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ കൈയും കാലും മുഖവും കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൈയും കാലും മുഖവും കഴുകുമ്പോൾ എന്ത് ലഭിക്കുന്നു? തണുത്ത വെള്ളത്തിൽ കൈയും കാലും മുഖവും കഴുകുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഓവറാൾ BP എന്ത് ചെയ്യുന്നു? നോർമലാകുന്നു. ബ്ലഡ് പ്രഷർ നോർമലാകുന്നു. പിന്നീട് അകത്തേക്ക് പ്രവേശിക്കുന്നു. നമുക്കറിയാം, എല്ലാ ക്ഷേത്രങ്ങളിലും എന്തുണ്ടായിരിക്കും? രാവിലെ ഒരു ഗണപതി ഹോമം നടത്താറുണ്ട്. ഈ ഗണപതി ഹോമത്തിൽ അവർ ഹോമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മെഡിസിനൽ പ്ലാന്റ് ആണ്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പുകയ്ക്ക് എന്തുണ്ട്? ഒരു ഔഷധ ഗുണമുണ്ട്. ഈ ഔഷധ ഗുണമുള്ള പുക ശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആരോഗ്യത്തിന് അത് എന്താണ്? അത്യുത്തമമാണ് കേട്ടോ. എല്ലാ ക്ഷേത്രത്തിനുള്ളിലും എന്താണ് എല്ലാ ക്ഷേത്രങ്ങളിലും എന്തായും ഈ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പുകയിൽ എന്താണ്? ഒരു മെഡിസിനൽ പ്ലാന്റ് ഇട്ടാണ് അവർ ഈ ഗണപതി ഹോമങ്ങൾ നടത്തുന്നത്. മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം, ഒരുപാട് ഹോമങ്ങളുണ്ട്.
ഈ ഹോമങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടുള്ള പുക ശ്വസിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ്. പിന്നെ ക്ഷേത്രങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എല്ലാ ക്ഷേത്രങ്ങളിലും എന്ത് കൊടുക്കാറുണ്ട്? പ്രസാദം കൊടുക്കാറുണ്ട്. പ്രസാദം ചന്ദനം കൊടുക്കാറുണ്ട്. ഈ ചന്ദനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചന്ദനം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നെറ്റിയിൽ പുരട്ടുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഈ ചന്ദനം ബ്രെയിനിലെ ചൂടിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യുന്നതാണ്. ആ ചന്ദനം നെറ്റിയിൽ ഇങ്ങനെ പുരട്ടുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മുടെ തലയ്ക്കൊരു തണുപ്പ് അനുഭവപ്പെടും. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ചന്ദനമൊക്കെ ഇട്ട് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് പ്രദക്ഷിണമൊക്കെ വെച്ച് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? നമുക്ക് ഒരു മാനസികമായ ഉണർവ് ലഭിക്കുന്നു. ഞാനീ പറഞ്ഞത് ശരിയല്ലേ? 100% ശരിയാണ് കേട്ടോ. ഉണർവ് ലഭിക്കുന്നു. അതാണ് അതിൻ്റെ പിന്നിൽ, ഈ ക്ഷേത്രങ്ങളുടെ പിന്നിലുള്ള സയൻസ്. പിന്നീടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, എല്ലാ ക്ഷേത്രങ്ങളോടും ബന്ധപ്പെട്ടും ഒരാൽവൃക്ഷം ഉണ്ടായിരിക്കും. ഈ ആൽവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത? ആൽവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ, അതായത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്നൊരു സസ്യമാണിത് ആൽവൃക്ഷം. ആൽവൃക്ഷം ചെയ്ത ഓക്സിജൻ ഇങ്ങനെ പുറത്തുവിടും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ക്ഷേത്രത്തോടനുബന്ധിച്ച്, ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട സ്ഥലത്ത് എന്തും നല്ല ശുദ്ധവായു ലഭ്യമാണ്. അപ്പം നമുക്ക് നല്ല ഓക്സിജൻ ലഭ്യമാകുന്നു, അല്ലെങ്കിൽ നല്ല വായു നമ്മൾ ശ്വസിക്കുന്നു. ക്ഷേത്ര പരിസരത്തു നിന്നും നല്ല വായു ശ്വസിക്കാൻ കാരണമാകുന്നു. അതെന്ത് ചെയ്യുന്നു? അത് ബോഡിക്ക് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ചെയ്യുന്ന പ്രോസസ് എന്തുവാ? ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്? പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ശുഭപ്രതീക്ഷകളാണ്. ശുഭപ്രതീക്ഷകൾ ലഭിക്കുന്നു, നമുക്കൊരു ആത്മവിശ്വാസം ലഭിക്കുന്നു കേട്ടോ. ജീവിതത്തിൽ പരാജയങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നൊരു ആത്മവിശ്വാസം നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ക്ഷേത്ര പ്രദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിന് നല്ല ഉണർവും മനസ്സമാധാനവും സന്തോഷത്തോടുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ചു പോകുന്നത് കേട്ടോ. ഇതെന്താണ്? ക്ഷേത്രങ്ങളുടെ പിന്നിലുള്ള സയൻസാണ് കേട്ടോ. ആധ്യാത്മികമായ സൈഡൊന്നും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് അതിൻ്റെ പിന്നിലുള്ള സയൻസ് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ നമ്മൾ പറഞ്ഞു തൃശ്ശൂർ, അതുപോലെ വടക്കുന്നാഥ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തൃശ്ശൂർ പൂരം നടക്കുന്ന മൈതാനം ഏതാണ്? തേക്കിൻകാട് മൈതാനമാണ്. ഏതാണ്? തേക്കിൻകാട് മൈതാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂരം ഏതാണ്? തൃശ്ശൂർ പൂരമാണ്. ഏതാണ്? തൃശ്ശൂർ പൂരമാണ്.